ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടി അതേ മുഖച്ഛായയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് CGI ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണെങ്കിൽ പോലും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി കഥാപാത്രത്തിന്റെ അതേ മുഖച്ഛായ, ബോഡി ലാംഗ്വേജ് ഉള്ള കുട്ടികളെ കണ്ടെത്തി സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സലാറിലെ പൃഥ്വിരാജിന്റെ ചെറുപ്പം, 96 മാസ്റ്റർ എന്നീ സിനിമകളിലെ വിജയ് സേതുപതിയുടെ ചെറുപ്പം ഇതിനുദാഹരണമാണ്. എന്നാൽ നമ്മുടെ മലയാള സിനിമയിലും നടീനടന്മാരുടെ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടി പെർഫെക്റ്റ് കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. 2000-ൽ പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീടെന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ലുക്ക് കുറച്ച് ഡിഫറന്റ് ആണ്. സിനിമയിലെ ഒരു ഭാഗത്തായി മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അഭിനയിച്ച നടന് ആ സിനിമയിലെ മമ്മൂട്ടിയുടെ മുഖച്ഛായയുമായി നല്ല സാദൃശ്യമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ രവി എന്ന കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ചുരുളൻ മുടി, മുഖസാദൃശ്യവും അതുപോലെ തന്നെ പെർഫെക്ഷനാക്കി ചെയ്ത ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. ഒരുപാട് നടന്മാര് മമ്മൂട്ടിയുടെ ചെറുപ്പകാലം പല സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അധികമാരും സംസാരിച്ച് കേൾക്കാത്ത മമ്മൂട്ടിയുടെ ഒരു പെർഫെക്റ്റ് അണ്ടർറേറ്റഡ് ചൈൽഡ്ഹുഡ് കാസ്റ്റിംഗ് ആയിരുന്നു ആ നടൻ. 2017-ൽ പുറത്തിറങ്ങിയ ആസിഫ് അലി നായകനായ തൃശ്ശിവ പേരൂർ കൃത്യം എന്ന സിനിമയിൽ ഒന്നല്ല 2 നടന്മാരുടെ പെർഫെക്റ്റ് ചൈൽഡ്ഹുഡ് കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. സിനിമയിലെ ബാബുരാജിന്റെയും ചെമ്പൻ വിനോദ് ജോസിന്റെയും സ്കൂൾ കാലഘട്ടത്തിലെ റോളുകളിൽ അഭിനയിച്ച ആ 2 കുട്ടികൾ ബാബുരാജിന്റെയും ചെമ്പൻ വിനോദ് ജോസിന്റെയും അതേ ലുക്ക് മാത്രമായിരുന്നില്ല, അവരുടെ സംസാര ശൈലിയും ബോഡി ലാംഗ്വേജും പക്കാ പെർഫെക്റ്റ് ആയിരുന്നു. ഇവർ 2 പേർക്കും അല്ലാതെ മറ്റു ചില കഥാപാത്രങ്ങൾക്കും ഈ സിനിമയിൽ വളരെ മികച്ച കാസ്റ്റിംഗ് അവർ നടത്തിയിട്ടുണ്ട്. കുറച്ചു നേരം മാത്രമുള്ള വളരെ ചെറിയ സീനാണെങ്കിൽ പോലും വളരെ പെർഫെക്റ്റോട് കൂടിയാണ് ആ 2 കഥാപാത്രങ്ങൾക്കും അവർ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമയിൽ ഒരു നായികയ്ക്ക് അടുത്ത കാലത്ത് കൊടുത്ത ഒരു മികച്ച ചൈൽഡ് റോൾ കാസ്റ്റിംഗ് ആയിരുന്നു 2022-ലെ ജയ 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 ഹേ എന്ന സിനിമയിലെ ദർശനയുടെ കുട്ടിക്കാലം അഭിനയിച്ച പെൺകുട്ടി. ദർശനയുടെ ചുരുണ്ട മുടിയും ഓവൽ ഷേപ്പ് മുഖവും ആ നോട്ടവും സംസാര രീതിയും, അങ്ങനെ ഏത് ആംഗിളിയും നോക്കിയാലും കറക്റ്റ് ദർശന തന്നെ, ഒരു മാറ്റവും ഇല്ല. അഗ്നിമിത്ര എന്ന പെൺകുട്ടിയാണ് ദർശനയുടെ ചെറുപ്പകാലമായി സിനിമയിൽ അഭിനയിച്ചത്. ഇതിനു മുകളിൽ ഒരു നായികയുടെ ചൈൽഡ് ആർട്ടിസ്റ്റായി മികച്ച കാസ്റ്റിംഗ് നടത്തിയ മലയാള സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. 2019-ലെ ഉയരെ സിനിമയിൽ പാർവതി അവതരിപ്പിച്ച പല്ലവി രവീന്ദ്രന്റെ ചെറുപ്പകാലമായി അഭിനയിച്ചത് എവലിൻ ആണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദ കൺവിൻസിംഗ് യങ് പല്ലവി എന്നാണ് എവലിന്റെ പ്രകടനത്തെ വിശേഷിപ്പിച്ചത്. ഇവരുടെ കാസ്റ്റിംഗിന്റെ പ്രത്യേകത മുഖസാദൃശ്യം മാത്രമല്ല, കണ്ണുകളുടെ ആകൃതി, മുഖത്തിന്റെ ഓവറോൾ സ്ട്രക്ചർ, പ്രത്യേകിച്ചും കണ്ണുകളിലെ ആഗ്രഹവും കൗതുകവും നിറഞ്ഞ എക്സ്പ്രഷൻ എന്നിവ പാർവതിയുടെ പല്ലവിയുമായി നന്നായി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. 2018-ലെ അഞ്ജലി മേനോൻ സിനിമയായ കൂടയിൽ നായകനായ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്തുള്ള അതേ ബോഡി ലാംഗ്വേജും ഉയരവും മുഖച്ഛായയും ഒത്തുചേർത്ത് അവർ നടത്തിയ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു അത്. സുബിൻ നസീൽ നവാസ് ആയിരുന്നു പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം അഭിനയിച്ച നടൻ. 2018-ലെ മറ്റൊരു സിനിമയായ റാണി പത്മിനിയിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാതെ പോയ പെർഫെക്റ്റ് കാസ്റ്റിംഗുകളിൽ ഒന്നാണ് തീർത്ഥ വിനോദിനെ മഞ്ജു വാര്യരുടെ കുട്ടിക്കാലമായി തെരഞ്ഞെടുത്തത്. മഞ്ജുവിന്റെ മുഖഭാവങ്ങളോടും രൂപസാദൃശ്യങ്ങളോടും ഏറെ സാമ്യമുള്ള തീർത്ഥ വളർന്നു വരുന്ന പത്മിനിയായി മഞ്ജുവിലേക്കുള്ള വിഷ്വൽ കണ്ടിന്യൂറ്റി വളരെ സ്വാഭാവികമാക്കി. പ്രത്യേകിച്ച് മുഖത്തിന്റെ ആകൃതിയും കണ്ണുകളിലെ ഭാവവും മഞ്ജുവിന്റെ ചെറുപ്പകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കഥാപാത്രം വളർന്ന് മഞ്ജുവിലേക്ക് എത്തുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ കാസ്റ്റിംഗ് ആയി തോന്നിയിട്ടില്ല. റാണി പത്മിനിയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ചോയ്സും കൂടിയായിരുന്നു ഇത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാ കഥാപാത്രങ്ങൾക്കും മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്ത സിനിമയാണ് കമ്മട്ടിപ്പാടം. 1970-ന്റെ തുടക്കം മുതൽ 2010 വരെയുള്ള കമ്മട്ടിപ്പാടത്തിന്റെ കഥ പറയുന്ന കാലഘട്ടത്തിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ബാല്യം, കൗമാരം, യൗവനം തുടങ്ങിയ 4 വ്യത്യസ്ത ടൈം പീരീഡിലെ ലുക്കിൽ ഒരു മാറ്റവും വരുത്താതെയാണ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പ്രധാന കഥാപാത്രങ്ങളായ ദുൽഖർ സൽമാൻ, വിനായകൻ, മണികണ്ഠൻ, ഷോൺ റോമി, ഓരോരുത്തരുടെയും ശരീരഭാഷ അനുസരിച്ചിട്ടുള്ള ഓരോ കാലഘട്ടത്തിലെയും ചൈൽഡ് ആർട്ടിസ്റ്റിനെ വളരെ മികച്ച രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു അണ്ടർറേറ്റഡ് മികച്ച ചൈൽഡ് റോൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ദുൽഖറിന്റെ സഹോദരിയായി അഭിനയിച്ച നടി മുത്തുമണിയുടെ ചെറുപ്പകാലമാണ്. മുത്തുമണിയുടെ മുഖവും ചുരുണ്ട മുടിയും അതുപോലെ തന്നെ മാച്ചിങ് ആക്കിയിട്ടാണ് അവർ ചൈൽഡ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തിയത്. ഡയലോഗ് ഇല്ലാതെ വെറും നോട്ടം കൊണ്ട് മാത്രം അടയാളപ്പെടുത്തിയ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു 2012-ലെ ഉസ്താദ് ഹോട്ടലിൽ തിലകന്റെ ചെറുപ്പകാലമായി അഭിനയിച്ച നടൻ. തിലകന്റെ ചെറുപ്പകാലം ഇതിലും മികച്ച രീതിയിൽ അഭിനയിച്ച വേറൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ല എന്ന് നിസ്സംശയം പറയാം. ആ നടന്റെ പേര് ജഗൻ രജു എന്നാണ്. ഇദ്ദേഹം ഉസ്താദ് ഹോട്ടലിൽ മാത്രമല്ല ലാൽ ജോസിന്റെ വെളിപാടിന്റെ പുസ്തകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അഭിനയത്തിലൊന്നുമില്ല, പകരം ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. തടിയന്റെ കഥ പറയുന്ന ഡാ തടിയ സിനിമയിലെ ലൂക്ക എന്ന നായകന് ചെറുപ്പകാലം അഭിനയിച്ച വണ്ണമുള്ള കുട്ടി കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു. മുതിർന്ന ലൂക്കയായി എത്തിയ ശേഖർ മേനോനുമായി കുട്ടിയുടെ മുഖത്തിന്റെ റൗണ്ട്നെസ്, ശരീരഘടന, മുഖഭാവങ്ങളിലെ ഇന്നസെൻസ് എന്നിവ നന്നായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കഥാപാത്രത്തിന്റെ ചൈൽഡ്ഹുഡിലുള്ള ആ തടിയൻ ലുക്ക് എന്ന ഡിസ്റ്റിങ്റ്റീവ് ലുക്ക് പിന്നീട് ശേഖർ മേനോനിലേക്ക് മാറുമ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ താരപരിചയമൊന്നുമില്ലാത്ത ഒരു നടന് വേണ്ടി ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടും കാസ്റ്റിംഗ് വളരെ കൃത്യമായി വർക്ക് ചെയ്തതായി ഈ സിനിമ കാണുമ്പോൾ ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്.
ഉർവശിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് അച്ചുവിന്റെ അമ്മ. ഉർവശി അവതരിപ്പിച്ച LIC ഏജന്റായ വനജയുടെ മുൻകാല ജീവിതത്തിലെ സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഉർവശിയുടെ ചെറുപ്പകാലമായി അഭിനയിച്ചത് സിനിമാ സീരിയൽ താരമായ അൽത്താരയായിരുന്നു. കൗമാരത്തിലെ ഉർവശിയുമായി നല്ല മാച്ചിങ് ആയിരുന്നു ആ ആർട്ടിസ്റ്റിന്. സിനിമയിലെ ഫ്ലാഷ് ബാക്കിൽ അൽത്താരയിൽ നിന്നും ഉർവശിയിലേക്ക് കഥാപാത്രം മാറുമ്പോൾ യാതൊരു ഡിസ്കണക്റ്റിംഗും തോന്നുന്നില്ല എന്നുള്ളതാണ് ആ കഥാപാത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. അൽത്താര പിന്നീട് സിനിമാ സീരിയൽ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മയിലെ ആ വേഷം തന്നെയാണ് അവരെ കൂടുതൽ ശ്രദ്ധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.